സ്റ്റാർ മാജിക് എന്നൊരു ഷോ മാത്രം മതി നിരവധി സീരിയൽ പ്രവർത്തകരെ പരിചയപ്പെടുത്തി തന്ന ഷോ എന്ന് വിശദീകരിക്കാനായി. നിരവധി സീരിയൽ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം അഭിനയിച്ചവരും അതുപോലെ നിരവധി കഥാപാത്രങ്ങൾ അഭിനയിച്ചവരെയും നമുക്ക് ആ ഷോയിലൂടെ സുപരിചിതമായി മാറി. അത്തരത്തിൽ സ്റ്റാർ മാജിക് ഷോയിലൂടെയും അതുപോലെ തന്നെ എല്ലാ സീരിയൽ പ്രവർത്തകരുടെ ഇടയിലൂടെയും മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ശരണ്യ എന്ന നടിയുടെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ശരണ്യ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു. ശരണ്യ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരതുല്യനായ വ്യക്തിയുടെ മരണത്തെക്കുറിച്ചാണ് പങ്കുവച്ചിരിക്കുന്നത്. സതീഷ് കുമാർ തങ്കുടു എന്ന വിളിപ്പേരുള്ള മലപ്പരിക്കോണത്തെ നിവാസി 39 വയസ്സുകാരൻ്റെ മരണമാണ് ഇപ്പോൾ ശരണ്യ ഏറെ തകർന്നിരിക്കുന്ന ഒരു മരണം. ഇത്ര പെട്ടെന്ന് ചേട്ടൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല, ഞാനെന്നല്ല ആരും കരുതിയില്ല. ഞങ്ങൾക്കിപ്പോൾ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. പ്രേക്ഷകർ വളരെയധികം തന്നെ ദുഃഖത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനുമൊക്കെ സംഭവിച്ച ഈ ആഘാതം ഒരിക്കലും നികത്താനാകില്ല. ഞങ്ങളെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഒരിക്കലും ഇതൊന്നിൻ്റെയും അന്ത്യമല്ല. മുൻപോട്ട് തന്നെ പോകണം. അവർക്ക് സന്തോഷമാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. അവർ നമ്മളെക്കുറിച്ച് എങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നോ അതുപോലെ നമുക്കിനി ജീവിച്ച് കാണിക്കാൻ മാത്രമേ സാധിക്കൂ. അതാണ് ഇനി വേണ്ടത്. അത് മാത്രമാണ് ഇനി വേണ്ടത്. പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞെത്തുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെയാണ് പറയുന്നത്. കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് ശരണ്യയുടെ വിഷമം മനസ്സിലാക്കുന്നത്. എന്നും എൻ്റെ ഉയർച്ചകൾ മാത്രം ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തി, എന്നെ ഓർമ്മിച്ച് അഭിമാനിച്ചിട്ടുള്ളൊരു വ്യക്തി തിരിച്ചും വരുമെന്ന പ്രാർത്ഥനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നത്. ആ വാക്കുകളിലൂടെ തന്നെ ഈ വ്യക്തി ഏറെ നാളായി തന്നെ അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നതും. എന്താണ് പറ്റിയത് എന്നതുൾപ്പെടെ എല്ലാവരും ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വളരെയധികം സങ്കടമാണ് എന്ന് പറയുന്നു. പ്രേക്ഷകർ അതുപോലെ തന്നെ ഈ വാർത്തയെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ താരം എന്ത് സങ്കടത്തിലാണോ പങ്കുവെച്ചത്, എന്തൊരു നിരാശയിലാണോ പങ്കുവെച്ചത്, അതിനെ അതുപോലെ ഏറ്റെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വ്യക്തിയെ അധികം അറിയില്ല, പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ശരണ്യയുടെ വിഷമത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നുണ്ട്. ആ വ്യക്തിയുടെ മരണം ശരണ്യയെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആദരാഞ്ജലികൾ. ശരണ്യയുടെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു എന്ന് വാക്കുകളിലൂടെ മനസ്സിലാകുന്നു. അദ്ദേഹം വേഗം ദൈവത്തിൻ്റെ അരികിലേക്ക് പോയതും അതേ നന്മയോടുകൂടിയായിരിക്കും എന്ന് പ്രേക്ഷകർ തന്നെ ഇതിലത്തെ താഴെ കമൻറ്റ് ചെയ്ത് എത്തുന്നുണ്ട്. ആർക്കും ഇതുവരെ മറുപടി കൊടുത്ത് ശരണ്യ എത്തിയിട്ടില്ലെങ്കിലും ശരണ്യയുടെ മനസ്സിലെ വിഷമം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.